അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് മസ്ജിദുൽ കുബയുടെ ഉൾവശം ആണല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് പണി കഴിപ്പിച്ച മസ്ജിദാണ്. ഈ മസ്ജിദല്ല, ഇവിടെ ഉണ്ടായിരുന്ന മസ്ജിദ് ഇപ്പോൾ മാറ്റിയിട്ടാണ് പുതിയ മസ്ജിദ് പണിത്. ഇവിടെയായിരുന്നു ആ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇത് റൂഫ് ഓപ്പണാണ് ഈ ഭാഗത്ത് അല്ലേ, റൂഫ് ഓപ്പണാണിത്. ഈ ഭാഗത്ത് കുടിവെള്ളത്തിൻ്റെ പുറകിൽ സ്ത്രീകളുടെ നമസ്കാര സ്ഥലമാണ് അല്ലേ. പിന്നെ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നപ്പോൾ വീട് ടെൻറ്റ് ചെയ്ത സ്ഥലമുണ്ട്, വീട് നിർമ്മിച്ച സ്ഥലം. അത് ഇതിൻ്റെ പുറകിലാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെള്ളം ഒന്ന് കുടിക്കട്ടെ. സംസം അല്ലല്ലോ ഇതല്ലേ? ഇല്ല, നേരത്തെ സംസമാണ്, ഇപ്പോൾ പിന്നെ സംസം സ്റ്റോപ്പ്. അതെയോ? അതെന്നറിയാമോ, ഇനി നമുക്ക് ബാക്കി അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മളിനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുബായിലെത്തിയപ്പോഴേ ആദ്യമായിട്ട് വീട് നിർമ്മിച്ച സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതാണ്, ഒരുപാട് മിറ്റൊക്കെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. സലാമക്ക, ഇതാണ് കേട്ടോ, അതെ, വീട് നിർമ്മിച്ച സ്ഥലമാണ്. അതെ, എൻ്റെ ഹിസ്റ്ററി അവിടെ ഉണ്ട്. ഇതാണ് കേട്ടോ, അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് നീ കാണുന്ന ഈ പന വെച്ച് പിടിച്ചേക്കുന്നത്, ഈ ഒറ്റ പന നിൽക്കുന്നില്ല. ഈ സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ടെൻറ്റ് ചെയ്ത സ്ഥലമെന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ സലാമക്ക, അതെ, ഇവിടെയാണ് അതിൻ്റെ അടയാളപ്പെടുത്തലാണ് കേട്ടോ. അവിടെ എഴുതിയിട്ടില്ല, ബോർഡ് കണ്ടില്ലേ. ഇനി നമുക്ക് കാണാനുള്ള എവിടെയെന്ന് അറിയാമോ? ബീർ ഹാത്തം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിക്ക് ഈ നേരത്തെ ഈ കത്തുകൾ പല രാജ്യങ്ങൾക്കും അയക്കുമല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സീല് നിർമ്മിച്ചതിൽ മോതിരമാക്കി. ആ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമേ അത് രണ്ടാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഉപയോഗിച്ചു. ആണ്ടെ, ഇതാണ് കിണർ സ്ഥിതി ചെയ്ത സ്ഥലം കേട്ടോ. ഇതാണ് ബീർ ഹാത്തം. അതെ, ഇതാണ് ബീർ ഹാത്തം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ആരാന്ന്? അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത് അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ശേഷം ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ആ മോതിരം സഹാബത്തും സൈന്യമൊക്കെ തിരഞ്ഞു, കിട്ടിയില്ല. കാരണം അതിനുശേഷം അത് ഉപയോഗിക്കാൻ പറ്റിയ അതിൻ്റെ പേരിൽ പിന്നെ പല പിന്തുണകളും വരും. അതുകൊണ്ടായിരിക്കും അള്ളാഹു തിരിച്ചെടുത്തെന്നാണ് പറയപ്പെടുന്നത്. അത് ഈ കിണറിനുള്ളിലാണ് പോയത്. ബീർ ഹാത്തം എന്ന് പറയുന്നത് മസ്ജിദിൻ്റെ മെമ്പർ ആ ഭാഗമാണ് പറയുന്നത്. വലത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. Hazreti Ebubekir sahne almış. Sonra zaman geçiyor, hadis yaşıyor. Bir müddet olduğunda ya Resulullah Ömer'e kapıyı aç ve onu cennet sol tarafına alır.